പ്രിയമുള്ളവരെ, എല്ലാവരെയും ഒരിക്കൽ കൂടി വളരെ സ്നേഹത്തോടുകൂടി ഇ+ കേരള എന്ന ചാനലിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പൊളിറ്റിക്കൽ സയൻസ് പാഠഭാഗങ്ങളുടെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള നോട്ടുകൾ ഇ+ കേരള എന്ന പേരിലുള്ള ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോട്ടുകൾ ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ഇ+ കേരള എന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുമല്ലോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന 1ാം വർഷ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലെ 2ാമത്തെ അധ്യായമായ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ എന്ന പാഠഭാഗത്തിലെ അവസാന പോർഷനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. പാഠഭാഗം ആരംഭിക്കുന്നതിന് മുമ്പായി 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർക്കുമല്ലോ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമന്റും രേഖപ്പെടുത്തുവാൻ ഓർക്കുക. ഇന്ത്യൻ ഭരണഘടനയിലെ 4ാമത്തെ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ രാഷ്ട്രനയത്തിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന പാഠഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യ ഐറിഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഗവൺമെന്റിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ. ഗവൺമെന്റ് നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ ഇവ നടപ്പാക്കി കിട്ടുവാൻ കോടതിയെ സമീപിക്കുവാൻ സാധിക്കില്ല. എന്നാൽ ഭരിക്കുന്ന ഗവൺമെന്റുകളെ ജനങ്ങളുടെയും സമൂഹത്തിന്റെയും നന്മയ്ക്കായി നിലകൊള്ളുവാൻ നിർദ്ദേശക തത്വങ്ങൾ പ്രേരിപ്പിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ 4ാം ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന നിർദ്ദേശക തത്വങ്ങളുടെ ഉള്ളടക്കം നമ്മൾക്ക് 3 വിഭാഗങ്ങളായി തിരിക്കാം. 1. ഒരു സമൂഹം എന്ന നിലയിൽ നാം സ്വീകരിക്കേണ്ട ലക്ഷ്യങ്ങൾ. 2. മൗലിക അവകാശങ്ങൾക്ക് പുറമെ വ്യക്തി ആസ്വദിക്കേണ്ട ചില അവകാശങ്ങൾ. 3. സർക്കാർ സ്വീകരിക്കേണ്ട ചില നയങ്ങൾ. ഒരു സമൂഹം എന്ന നിലയിൽ സ്വീകരിക്കേണ്ട ലക്ഷ്യങ്ങളായി ഭരണഘടനയുടെ 4ാം ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാന ആശയങ്ങൾ നമ്മൾക്ക് ആദ്യം പരിശോധിക്കാം. ജനങ്ങളുടെ ക്ഷേമം, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി, ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, വിഭവങ്ങളുടെ തുല്യമായ വിതരണം, അന്താരാഷ്ട്ര സമാധാനം ഉറപ്പിക്കുക. ഇതാണ് ഒരു സമൂഹം എന്ന നിലയിൽ നാം സ്വീകരിക്കേണ്ട പ്രധാന ലക്ഷ്യങ്ങളായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾക്ക് പുറമെ ഇന്ത്യൻ പൗരന് ലഭിക്കേണ്ട ചില അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. എല്ലാ പൗരന്മാർക്കും മതിയായ ഉപജീവന മാർഗം, പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം, സാമ്പത്തിക ചൂഷണത്തിനെതിരായ അവകാശം, ജോലി ചെയ്യുവാനുള്ള അവകാശം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശം. ഇതാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ. നിർദ്ദേശക തത്വങ്ങളിലെ 3ാമത്തെ വിഭാഗമാണ് സർക്കാർ സ്വീകരിക്കേണ്ട നയങ്ങൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നയരൂപീകരണ വേളയിൽ ശ്രദ്ധിക്കേണ്ട ചില ആശയങ്ങളാണ് ഈ ഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക, ലഹരി പാനീയങ്ങളുടെ ഉപയോഗം നിരോധിക്കുക, കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഉപയോഗപ്രദമായ കന്നുകാലികളെ കൊല്ലുന്നത് തടയുക, ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുക എന്നിവയാണ് സർക്കാരിനുള്ള നിർദ്ദേശങ്ങളായി നിർദ്ദേശക തത്വങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി വിവിധ കാലഘട്ടങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പാക്കിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിനി പരിശോധിക്കാം. ജന്മിത്വം നിരോധിച്ചുകൊണ്ട് നടത്തിയ നിയമനിർമ്മാണങ്ങൾ. 1969-ലും 1980-ലുമായി 20 ബാങ്കുകൾ ദേശസൽക്കരിച്ച കേന്ദ്ര സർക്കാർ നടപടി. തൊഴിലാളികളുടെ ക്ഷേമവും ന്യായമായ സേവന വേതന വ്യവസ്ഥകളും ഉറപ്പുവരുത്തുന്നതിനായി നടപ്പാക്കിയ വിവിധ ഫാക്ടറി നിയമങ്ങൾ. തൊഴിലാളികൾക്ക് മിനിമം കൂലി ഉറപ്പുവരുത്തുവാനായി നടപ്പാക്കിയ നിയമനിർമ്മാണം. ചെറുകിട കുടിൽ വ്യവസായങ്ങളെ
പ്രോത്സാഹിപ്പിക്കുവാനായി നൽകി വരുന്ന സാമ്പത്തിക സഹായങ്ങൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി വിദ്യാഭ്യാസ രംഗത്തും സർക്കാർ തൊഴിലിലും ഏർപ്പെടുത്തിയ ജാതി സംവരണം, 73-74 ഭരണഘടനാ ഭേദഗതികളിലൂടെ രാജ്യത്തുടനീളം നടപ്പാക്കിയ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളുടെ രൂപീകരണം, 2005 കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അടുത്തതായി മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് കോടതിയെ സമീപിക്കുവാൻ സാധിക്കും. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ പൗരന്മാർക്ക് കോടതിയെ സമീപിക്കുവാൻ സാധിക്കില്ല. മൗലിക അവകാശങ്ങൾ നിഷേധ സ്വഭാവമുള്ളവയാണെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ മൗലിക അവകാശങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ക്രിയാത്മകമാണ്. സമൂഹത്തിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുവാൻ ചില കാര്യങ്ങൾ ചെയ്യുവാൻ സർക്കാരിനോട് നിർദ്ദേശക തത്വങ്ങൾ ആവശ്യപ്പെടുന്നു. മൗലിക അവകാശങ്ങൾ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളുന്നു. നിർദ്ദേശക തത്വങ്ങൾ മുഴുവൻ സമൂഹത്തിന്റെയും ക്ഷേമമാണ് ലക്ഷ്യമാക്കുന്നത്. ഇതാണ് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. നമ്മുടെ അടുത്ത ടോപ്പിക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. 2000 കേന്ദ്ര ഗവൺമെന്റ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. റിട്ടയർഡ് ചെയ്ത ഒരു സുപ്രീം കോടതി ജഡ്ജിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. റിട്ടയർഡ് ചെയ്ത ഒരു സുപ്രീം കോടതി ജഡ്ജിയും ഹൈക്കോടതി ജഡ്ജിയും കമ്മീഷനിലെ അംഗങ്ങളാണ്. ഒപ്പം മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന 2 പേരും ചേർന്നതാണ് മനുഷ്യാവകാശ കമ്മീഷൻ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ച് ലഭിക്കുന്ന പരാതികളിൽ കമ്മീഷൻ അന്വേഷണം നടത്തുന്നു. അതോടൊപ്പം തന്നെ സ്വമേധയാ അന്വേഷണം നടത്തുവാനും കമ്മീഷന് അധികാരമുണ്ട്. ഇന്ത്യയിലെ ജയിലുകളിൽ കഴിയുന്നവരുടെ അവസ്ഥ പഠിക്കുവാൻ കമ്മീഷൻ ജയിലുകൾ സന്ദർശിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ഗവേഷണ പദ്ധതികൾക്ക് കമ്മീഷൻ പ്രോത്സാഹനം നൽകാറുണ്ട്. സ്വന്തമായി വിചാരണ നടത്തുവാനുള്ള അധികാരം കമ്മീഷനില്ല. എന്നാൽ വിചാരണ നടപടികൾ ആരംഭിക്കുവാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യുവാൻ മനുഷ്യാവകാശ കമ്മീഷന് സാധിക്കും. ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 4A 51A വകുപ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് ഇനി നമുക്ക് ചർച്ച ചെയ്യാം. സരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 1976 നടന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 10 മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തു. രാജ്യത്തിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി പൗരന്മാർ ചെയ്യേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക. 2. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച ആശയങ്ങളെ ആദരിക്കുകയും പിന്തുടരുകയും ചെയ്യുക. 3. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവ ഉയർത്തിപ്പിടിക്കുക. രാജ്യത്തെ സംരക്ഷിക്കുകയും ആവശ്യ സമയത്ത് ദേശീയ സേവനം നൽകുകയും ചെയ്യുക. 5. ഇന്ത്യൻ സമൂഹത്തിന്റെ വൈവിധ്യങ്ങൾ മറികടന്ന് ഐക്യവും സാഹോദര്യവും വളർത്തുവാൻ സഹകരിക്കുക. സ്ത്രീകളെ ബഹുമാനിക്കുന്ന പ്രവർത്തികൾ ചെയ്യുക. 6. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പാരമ്പര്യത്തെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. 7. പ്രകൃതിയെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുക. 8. ജനങ്ങൾക്കിടയിൽ ശാസ്ത്ര മനോഭാവം, മാനവികത എന്നിവ വികസിപ്പിക്കുക. 9. പൊതുസ്വത്ത് സംരക്ഷിക്കുക. 10. വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച് രാജ്യത്തിന്റെ യശസ് ഉയർത്തുക. ഇതോടൊപ്പം 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പുതിയൊരു കർത്തവ്യം കൂടി കൂട്ടിച്ചേർത്തു. 6നും 14നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക എന്നതാണ് 11ാമത്തെ മൗലിക കർത്തവ്യം. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് വളരെ ചെറിയൊരു വിവരണം മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമായതിനാലാണ് മൗലിക കർത്തവ്യങ്ങൾ ഈ വീഡിയോയിൽ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. 2ാമത്തെ അധ്യായമായ ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങൾ 2 വീഡിയോകളിലായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത അധ്യായമായ തെരഞ്ഞെടുപ്പും പ്രാതിനിധ്യവും മറ്റൊരു വീഡിയോയിൽ നമ്മൾക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം എഴുതുന്ന കാര്യം ഓർക്കുമല്ലോ. അതോടൊപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.